ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിൽ നല്ല മഴയായിരുന്നു, അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. സാധാരണ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളം ആവാറാണ് പതിവ്. ഇന്ന് പിന്നെ കുറച്ച് വെള്ളമുള്ളൂ. രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. രണ്ടുപേർക്ക് സ്കൂളിലും ഒരാൾക്ക് അംഗനവാടിയിലും പോകണം. ഞാൻ വേഗം വേദൂട്ടിനെ എണിപ്പിച്ച് വിട്ടിട്ടുണ്ട്. സ്കൂളിൽ പോകണ്ടേ? 7 മണിയായി, 7:10 വേറെ റെഡിയാവുക. വേദൂട്ടി ഉറങ്ങി എണീക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കഴിക്കാനായിട്ട് ഉപ്പുമാവും അതേപോലെ വേദുവിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ബീട്രൂട്ട് ഉപ്പേരി അതുപോലെ തന്നെ ചോറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. യൂണിഫോമൊക്കെ അയൺ ചെയ്തിട്ട് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂണിഫോമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ രാത്രിയിൽ തന്നെ അയൺ ചെയ്ത് വെക്കുക. കാരണം രാവിലെ ടൈം കിട്ടില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എല്ലാം സെറ്റാക്കി വെക്കും. പിന്നെ സ്നാക്സ് ആയിട്ട് ആപ്പിളാണ് കൊടുത്തു വിടുന്നത്. ഫ്രൂട്ട്സ് മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആപ്പിളാണ് കൊടുത്തു വിടുന്നത്. അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലും എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ച് മാത്രം ഇനി ആക്കാനുണ്ട്. അതുപോലെ വേദോട്ടി കുളിക്കാനായിട്ട് കയറിയിട്ടില്ല. ടൈം ആയിട്ടുണ്ട്, സമയം 7:30 ആയിട്ടുണ്ട്. 8:30 ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഒന്ന് വേദൂട്ടിനെ കുളിക്കാനാക്കിയ ശേഷം ഞാൻ വേഗം ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് ഉച്ചയ്ക്കിലേക്കുള്ള കറി വയ്ക്കാനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഋതിക്കുട്ടി നല്ല ഉറക്കമാണ്. ഋതിക്കുട്ടിനെ അതേപോലെ അംഗൻവാടിയിലും കൊണ്ടുവിടണം. അത് പിന്നെ 10 മണിക്ക് മതിയല്ലോ. വേദൂട്ടി പോയതിന് ശേഷമാണ് പിന്നെ ഋതിക്കുട്ടിനെ റെഡിയാക്കുകയുള്ളൂ. ആ ടൈം കൊണ്ട് തന്നെ ഋതിക്കുട്ടി ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. ഉറങ്ങി വെച്ചാടാ? ഋതിക്കുട്ടി ഉറങ്ങി വെച്ചാ? എന്താ ആലോചിക്കണേ? അങ്ങനെ വേദൂട്ടി മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട്. യൂണിഫോമൊക്കെ പിന്നെ അവൾ ഒറ്റയ്ക്ക് എടുത്തിടും. സോക്സൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഋതിക്കുട്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും സോക്സ് ഇട്ട് കൊടുക്കുന്നത് ഋതിക്കുട്ടി ആയിരിക്കും കേട്ടോ. അവൾക്ക് ഇടാനൊന്നും അറിയില്ല, എങ്കിലും അവൾ സഹായിക്കാനായിട്ട് വന്നിരിക്കും. സ്ട്രോങ് ആയിട്ട് പിടിക്കുവേതു. എവിടേക്കാണ് ആ ഷൂ എടുക്കുന്നത്? അവള് നോക്കി ഇട്ട് തരുന്നില്ല, നിന്നെ സഹായിക്കുന്നില്ല. വെച്ചിട്ടുള്ളൂ. ചേച്ചി ഇടും. താഴെ വെക്കി, ചേച്ചി ഇടുന്ന്. കളിച്ചില്ലേ സ്പെയിന് പുറത്തായ അങ്ങനെ വേദൂട്ടി എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അവൾക്ക് രാവിലെ കഴിക്കുക ഉപ്പുമാവ് വേണ്ടാന്ന് പറഞ്ഞു, കഞ്ഞി മതി എന്ന് പറഞ്ഞു. അവൾക്ക് കഞ്ഞിയാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് സുമേട്ടൻ അവളെ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഋതിക്കുട്ടിയും എല്ലാ ദിവസവും കൊണ്ടാക്കാറുണ്ട് കേട്ടോ. പോയിട്ട് ഏകദേശം സമയം 8:20 കഴിഞ്ഞിട്ടുണ്ട്. 9 മണിക്ക് തിരിച്ചു വരും. അപ്പോൾ ഋതിക്കുട്ടി എല്ലാ ദിവസവും കൊണ്ടാക്കാറുണ്ട്. ചേച്ചി എവിടെ? ചേച്ചി വെള്ളത്തിന്റെ ബില്ല് കൊടുക്ക് കൊടുക്ക്. പോവാ മാമണ്ണുണ്ടേ വാ.
അങ്ങനെ വേദൂട്ടിനെ കൊണ്ടുവിട്ട ശേഷം ഞാൻ വേഗം ഒന്ന് പ്രതിക്കുട്ടിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. സമയം 10 മണി ആയിട്ടുണ്ട്. പ്രതിക്കുട്ടിനെ ഇനി അംഗൻവാടിയിലേക്ക് കൊണ്ടുവിടണം. ഇവിടെ അടുത്ത് തന്നെയാണ് അംഗൻവാടി. അപ്പോൾ ഇനി മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. മേക്കപ്പ് ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുരുവൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം ഞാൻ. മോൻ കാണിക്കട മുത്തേ. ഓക്കെ നോക്കട്ടെ. ചെവിന്ന് കൈ എടുക്ക്. പൊട്ട് വലിയ പൊട്ടായി. അങ്ങനെ വൃതിക്കുട്ടിനെ റെഡിയാക്കിയ ശേഷം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അംഗൻവാടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് തന്നെയാണ് അംഗൻവാടി. ആ തിരിച്ചിൽ വരെ വൃതിക്കുട്ടി സുമേഷേട്ടന് ടാറ്റു കൊടുത്തുകൊണ്ടിരിക്കുക. അത് എപ്പോഴും നടക്കുന്ന കാര്യമുണ്ട്. എല്ലാ ദിവസവും ചെയ്യുവോള്. ഏറ്റവും വരെ കാണുന്നത് വരെ ടാറ്റു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് വൃതിക്കുട്ടിൻ്റെ അംഗൻവാടിയില്ലേ. പിന്നെ ഇടയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൃതിക്കുട്ടി വരുന്ന കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിളിക്കാനായിട്ട് സുമേഷേട്ടനാണ് ഡെയിലി പോവാറ്. അവളത് പറയുന്നുണ്ടോ, പോകുമ്പോൾ കൊണ്ടാക്കാൻ അമ്മയും വിളിക്കാൻ വരുന്നത് അച്ഛയും വന്നാൽ മതിയെന്ന് അവൾ പറയും. ഇടയിലുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൃതിക്കുട്ടി വരുന്ന ശേഷമുള്ള വീഡിയോ ആണ് പിന്നെ അടുത്ത 3:30-ക്ക് ശേഷമുള്ള വീഡിയോ ആണത്. അങ്ങനെ വൃതിക്കുട്ടി വീട് എത്തിയിട്ടുണ്ട്. അംഗൻവാടി വിട്ട് വന്ന പ്രകൃതി വന്നില്ലെന്ന്. വെള്ളമുണ്ടോ? ആ ശരി. വെള്ളം കുടിച്ചില്ല? കുടിച്ചോ. അങ്ങനെ വൃതിക്കുട്ടി വീട്ടിൽ വന്ന ശേഷം കൊയ്യാക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.